കാലഘട്ടത്തിന്റെ നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് ഒരറ്റത്തുനിന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് വരാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോലെ 2 തലമുറയാണ്, 2 കാലഘട്ടമാണ്. എങ്കിലും നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ തോന്നുന്നു. ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് സജീഷ്. ഫുഡ് ലൂസേഴ്സ് എന്ന ഡാൻസ് ഫേമിലെ കോറിയോഗ്രാഫറാണ്. ഏകദേശം ഒരു 1982 തൊട്ട്, അതായത് എൻ്റെ ഒരു 10-11 വയസ്സ് തൊട്ട് ഞാൻ ഡാൻസ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 50+ ആണ്. ഇപ്പോഴും ഞാൻ പ്രസൻ്റ്ലി ഡാൻസ് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു പാഷനാണ്, എൻ്റെ ലൈഫാണ് ഡാൻസ്. സോ അതുകൊണ്ട് ഇനി മരണം വരെ ഞാൻ അതിൽ തന്നെ ഉണ്ടാവും. പുതിയ പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ സ്റ്റൈൽ വേറെ, ഞങ്ങളുടെ സ്റ്റൈൽ വേറെ. പക്ഷേ ഇതാണ് വേര്, അതാണ് മരം. ശരി, ചേട്ടാ പറയും. എൻ്റെ പേര് ആൽബിൻ ജെയിംസ് എന്നാണ്. എറണാകുളത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ. ഈ പറഞ്ഞ 1982 15 വയസ്സിലാണ് ഡാൻസിലേക്ക് വരുന്നത്. 87 ആയപ്പോഴത്തേനും കലാഭവനിൽ ജോൺസൺ മാഷിൻ്റെ അടുത്ത് പോയി ബ്രേക്ക് ഡാൻസ് പഠിച്ചാൽ. പക്ഷെ അന്ന് ബ്രേക്ക് ഡാൻസ് ഇല്ല. ബ്രേക്ക് ഡാൻസ് നമ്മൾ പഠിക്കുന്നത് കാസറ്റ് കൊണ്ടിട്ടാണ്. പിന്നെ അത് ഒരു നമ്മൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു, ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഇത് ബ്രേക്ക് ഡാൻസ് പഠിച്ച് കുറേ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് പിന്നെ ഓൾ കേരള പ്രൈസ് സ്റ്റുഡൻസിൽ ഞാൻ വിന്നറായിരുന്നു. പിന്നെ ഒരു 6-7 സിനിമകളിൽ അഭിനയിച്ച് 95 ഫാദർ മരിച്ചതോടുകൂടി ഞാൻ ആ ഫീൽഡ് വിടേണ്ടി വന്നു ബിസിനസ് പരമായിട്ട്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ 2 മാസം കൂടി ഫിലിം അഭിനയിച്ച് ഏട്ടൻ എന്ന് പറഞ്ഞത്, അത് അടുത്ത മാസം റിലീസിംഗ് ആണ്. ഇപ്പോൾ രണ്ടാമത് തിരിച്ച് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരികയാണ്. എൻ്റെ പേര് നിസാർ എന്നാണ്. ഞാൻ യാദൃശ്ചികമായി ഡാൻസിലേക്ക് വന്നതാണ്. അന്ന് ഞാൻ ചെറുപ്പത്തിലെ ഈ കറസ് എന്ന് പറഞ്ഞ പടം, കറസ് എന്ന് പറയുന്നത് ഋഷി കപൂറിൻ്റെ പടം. അപ്പോൾ ഈ ഫിലിം കാണാൻ പോകും, ഡിസ്കോ ഡാൻസർ, ഇങ്ങനെയുള്ള പടമൊക്കെ കണ്ടു കഴിഞ്ഞ് പാട്ടിട്ട്, അന്ന് ടേപ്പ് റെക്കോർഡറുണ്ട് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ പാട്ടിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ യാദൃശ്ചിക വെച്ചാൽ ഇതൊന്ന് കളിക്കേണ്ടി വന്നു. ആ കളിച്ചത് പിന്നെ ഇപ്പോഴും ഏത് കല്യാണം കൂടെ ഉണ്ടെങ്കിലും ഈ പരിപാടികൾ നടത്തും എന്നുള്ളതാണ്. അന്ന് ഞങ്ങളൊക്കെ പ്രോഗ്രാം ഇഷ്ടം പോലെ ചെയ്യും, ഡാൻസ് പ്രോഗ്രാം ചെയ്യും. പ്രോഗ്രാം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മളൊരു 12 പേര് കൂടി ഇടിച്ച് കയറി വണ്ടിയിൽ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഉടനെ ചിലപ്പോൾ ഫുഡ് കിട്ടുകയില്ല, കുടിക്കാൻ വെള്ളമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഭയങ്കര ഹിറ്റാണ്. കാരണം ആരും കാണാത്തൊരു സ്ഥലത്ത് നമ്മളൊരു ബ്രേക്ക് ഡാൻസ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. എന്താണ് ബ്രേക്ക് ഡാൻസ്? അപ്പോൾ ഈ ബ്രേക്ക് ഡാൻസ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹിറ്റായി, നമുക്ക് ഒത്തിരി ക്ലാപ്സ് ഒക്കെ കിട്ടും. പക്ഷെ സാമ്പത്തികം കിട്ടുകയില്ല, പോരാനുള്ള വണ്ടിക്കൂലി പോലും അവർ തരികയില്ല, നല്ലൊരു ഫുഡ് പോലും കിട്ടുകയില്ല. ആ ഫുഡ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് വല്ല മോരകറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഈ കലാരംഗത്ത് ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് ഡാൻസ് പഠിപ്പിച്ച് മാസ്റ്റർ ആയിക്കൊണ്ട്. ഞങ്ങളൊക്കെ ഡാൻസ് പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഷെയിമായിരുന്നു, എല്ലാവരും കളിയാക്കുമായിരുന്നു, പിന്നെ വേറെ പടിയില്ല. പക്ഷെ ഇപ്പം അതല്ല, വേറെ തിരിഞ്ഞ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർ. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അതെ അതെ അതെ. ഞങ്ങൾക്ക് ആ സമയം ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ജനങ്ങൾ പറയുന്നതെന്ന് അറിയോ? മദ്യപിച്ചിട്ട് ഡാൻസ് ചെയ്യാന്ന് പറയും, അല്ലെ കഞ്ചനാന്ന് പറയും. അന്ന് പക്ഷെ ഞങ്ങളുടെ ഡാൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഞങ്ങൾ കളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തട്ടടിച്ചിരിക്കുന്ന, ഇന്നതല്ല സിമെന്റായി തട്ടടിച്ചിരിക്കുന്ന ആ തട്ടിനകത്ത് ടർപ്പാള ഇടുന്നത്. അതിനകത്ത് ഞാനൊക്കെ ഹെഡ് സ്പിൻ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ തലയിൽ പാടുണ്ട്, കമ്പിയൊക്കെ കയറിയിരിക്കുന്നത്. ബ്ലഡ് ഇങ്ങനെ ഒലിച്ചു വരുന്നത് ആൾക്കാർ കണ്ടു പറഞ്ഞു വന്നിട്ടുണ്ട്. സമ്മർസോട്ട് എന്ന് പറയുന്നത് അന്ന് ഈ കൊച്ചിയിൽ അടിക്കുന്ന ആദ്യത്തെ സമ്മർസോട്ടുകാരൻ ഞാനാണ്, 1986. അന്നത്തെ ഒരു 85-90 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ മോശമാണ്, കഞ്ചനാണ്, വെള്ളമാണെന്നൊക്കെ പറഞ്ഞാലും ഈ ഡാൻസ് കണ്ട് കളിച്ചു കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂ. ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു വേദിയിൽ കിട്ടുന്ന ആ ഒരു അംഗീകാരം പോലെയാണ് നമ്മളെ വന്ന് നിന്ന്. അന്ന് ക്യാമറ ഇല്ല, വീഡിയോ ഇല്ല, ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ പറഞ്ഞുള്ളൂ, നമ്മളുണ്ടായ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തമായി ഒരു ക്യാമറയോ ഫോട്ടോയോ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ഫോട്ടോകൾ എടുക്കാം. ഇനി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് തന്നെ അവസരം തരാം. ഞാനിവിടെ അധികപ്പറ്റായി ഒട്ടും കുറയ്ക്കരുത്, തുടങ്ങിക്കോ. എൻ്റെ പേര് ആരവ്. എനിക്ക് ഡാൻസായിട്ട് ഒരു ബന്ധമില്ല, ഇപ്പോഴത്തെ ഡാൻസ് ചെയ്യുന്നില്ല, അതൊരു ബന്ധമില്ല. ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്യുന്നത്, ഇതിനകത്ത് ഫൈറ്റാണ് ചെയ്യുന്നത്. ഡാൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ഫാദർ ആക്ടർ ആയിരുന്നു, ഈ പറഞ്ഞ ഒരു ഗോഡ് ഫാദറിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഗോഡ് ഫാദറിൽ പപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന കാര്യം. അറിയാത്തവർക്കായിട്ട് കുണ്ടറ ജോണി ചേട്ടന്റെ മകനാണ് ആരവ്. അപ്പൊ ആരവ് സിനിമയിലേക്ക് ഒരു എന്താ പറയാ കാൽവെപ്പ്, ചച്ചുവെടുപ്പ് നടത്തിയിരിക്കുകയാണ്.
അപ്പം അടുത്ത ആളിലേക്ക് കഴിഞ്ഞോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇത്രയും പോരെ. ഇത്ര പറയാം ശരി അല്ല ഡാൻസിനെ പറ്റിയല്ലേ പറയുന്നത്. ഓക്കെ എന്നൊന്നുമില്ല, ഡാൻസ് തന്നെയാണ് ഞാൻ ബേസിക്കലി. പേര് പറഞ്ഞില്ല. സോറി, എൻ്റെ പേര് വിഷ്ണു ഗ്രൂവി. ഗ്രൂവീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോയുടെ പേരാണ്. സോ എൻ്റെ ഡാൻസ് നെയിം ഗ്രൂവിയാണ്. കല്ലെടുത്തെറിഞ്ഞാൽ വിഷ്ണു ഉള്ളതുകൊണ്ട് കേരളത്തിലൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു വിഷ്ണു ഉണ്ടാവും. അതെ അതുകൊണ്ടൊരു അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ നെയിം ഗ്രൂവി ഇട്ടിട്ട് എൻ്റെ സ്റ്റൈൽ ഹൈപ്പോപ്പ് സ്റ്റൈലാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പോൾ പറഞ്ഞ പോലെ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഞാനും വളർന്നു വന്ന് ഇവരെ കണ്ട് വളർന്നു വന്നതാണ്. ഇവരുടെ CDs ഞങ്ങളുടെ കാലത്ത് CDs ആണ്. VCR ഒക്കെ ഞാൻ കണ്ടു, ചെറുതിലെ അച്ഛൻ VCR ഒക്കെ ഇടുക. അതിനുശേഷം CDs വന്നപ്പോൾ ഞാൻ ഇതേപോലെ എനിക്കാരും പഠിപ്പിക്കാനുണ്ടായില്ല ആദ്യം. അപ്പം യൂട്യൂബൊക്കെ അന്ന് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ നെറ്റൊന്നുമില്ല. അപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ ഒരു +2 പഠിക്കുന്ന അവൻ്റെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പം ഞാനൊരു CD വാങ്ങിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോകും. എനിക്ക് അന്ന് ട്യൂട്ടോറിയൽസ് കിട്ടും. എങ്ങനെ ട്യൂട്ടോറിയൽ എടുക്കണമെന്ന് അറിയില്ല, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. കുഞ്ഞാണ് ഞാൻ, 8-9 ആ പ്രായത്തിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവൻ്റെ അടുത്ത് പറയാം, എനിക്ക് കുറച്ച് ഡാൻസ് വീഡിയോസ് ഒക്കെ വേണം. അപ്പോൾ അവനറിയാം +2 കഴിഞ്ഞുകൊണ്ട് അവൻ ഹൗ ടു എന്ന് ടൈപ്പ് ചെയ്യാൻ അറിയാം. അവൻ ഹൗ ടു എന്ന് അടിച്ചിട്ട് വേവ്സ് ഹൗ ടു ഹാൻഡ് വേവ്സ് എന്നൊക്കെ ചുമ്മാ ടൈപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഈ വിൻമില്ല്, കുറേ അക്രോബാറ്റിക് മൂവ്മെൻറ്റ്സ് അങ്ങനെ ഞാൻ ഫൈൻഡ് ചെയ്ത ഒരു CD എടുത്തിട്ട് വീട്ടിൽ പണ്ട് സിമെൻറ്റ് ഫ്ലോർ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഴിയുണ്ടാവും. ഇവരുടെ അടുത്ത ജനറേഷനാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കുഴികളുണ്ട്, ആ കുഴിയിൽ കിടന്ന് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ പറയും, എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും പോയി ഡാൻസ് കളിയിടാന്ന് പറയും. പക്ഷേ അമ്മൂമ്മ, ഞാനൊരു ദുബായ് ഷോയ്ക്ക് പോയതിന് ശേഷം അമ്മ മരിക്കാൻ നേരമായിരുന്നു. ദുബായ് ഷോയ്ക്ക് പോകാൻ നേരത്തെ അമ്മൂമ്മ പറഞ്ഞു, മക്കളെ എനിക്ക് സന്തോഷമായടാ, നീ ഇതുവരെയൊക്കെ എത്തിയല്ലേ എന്ന് ചോദിച്ചു. അതിൽ അമ്മൂമ്മയെ കാണിക്കാൻ പറ്റി, ഡാൻസ് കൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഇവരെയൊക്കെ കണ്ടു. ഇവരുടെ സതീഷേട്ടൻ്റെയൊക്കെ ചാലഞ്ച് എന്ന് പറയുന്ന സംഭവമുണ്ട് പണ്ട്. അത് ഈ ട്യൂട്ടോറിയലൊന്നും കണ്ട ഒന്നുമല്ല. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഡാൻസേഴ്സ് ഇല്ല ഉണ്ടെന്ന്. അതിന് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഡാൻസേഴ്സ് വെറുതെ ഡാൻസ് അല്ല. ഇവർ ഈ ഡാൻസ് ചെയ്ത് ചേട്ടന്മാർ ഡാൻസ് ചെയ്ത കാലത്തുണ്ടായ സ്ട്രഗിളും ഇപ്പം ഇരിക്കുന്ന നല്ല ഇഷ്ടമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്ന ഇവരെല്ലാം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ അടുത്തെത്തുമ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ഭയങ്കര പഴയ കാലത്തുള്ള ഈവൻ നമ്മുടെ കാലം തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തൊരു വൈബായിരിക്കും. നമ്മളൊരു സാധാരണ ഒരു മല മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് വൈബായിരിക്കും. നാടൻ ലൈഫിലേക്ക് ബ്ലെൻഡ് ചെയ്ത വെസ്റ്റേൺ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പറ്റം സോൾഫുള്ളായിട്ട് ആൾക്കാരുടെ സോൾഫുള്ളായിട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് മാത്രമാണ് ലിജോ ചേട്ടൻ ഈ സിനിമ എടുത്തത്. അപ്പോൾ അത്രയും ഡെപ്തുള്ള ഈ പടത്തിൽ ഒരുപാട് സോളുണ്ട്. ഓരോ മനുഷ്യരും അവരെ കഷ്ടപ്പെട്ട് അനുഭവിച്ച അവസ്ഥകൾ പറഞ്ഞു പോകുന്ന ഒരു മലയാളം നാടൻ സിനിമ, നാടൻ ആൾക്കാരുടെ നാടൻ ഡാൻസ്, അതാണ് മൂൺ വാക്ക്. എല്ലാരും കാണുക. എൻ്റെ പേര് അനുനാഥ്. ഞാൻ ഇതിൽ ജയിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഡാൻസർ ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ ആക്ടിങ്ങിന്റെ പാഷനോട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിൽ കയറിയതാണ്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് വരെ ഒരു വർക്ക്ഷോപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവരെല്ലാവരും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് എന്തൊക്കെയോ പഠിച്ചു. നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പോഴാണ് ഡാൻസ് പഠിക്കാൻ നല്ല കഷ്ടം. ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്യാത്തോണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇവരെ കൂടെ ഒക്കെ വന്ന് ചെയ്തപ്പോഴാണ് നല്ല കഷ്ടപ്പാടാണ്, പക്ഷെ അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. എൻ്റെ പേര് പ്രേം എന്നാണ്, ട്രിവാൻഡ്രത്താണ്. ഈ പറയും പോലെ നേരത്തെ പറഞ്ഞ പോലെ അവരെല്ലാവരും റൂട്ടും നമ്മളിപ്പോൾ വളർന്നു കഴിയുമ്പോൾ ട്രെയിൻ പോലെയാണ്. ശരിയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഡാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുഡ് ലൂസേഴ്സ് എന്ന് വന്ന എല്ലാ ബ്രാഞ്ചും അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളും അതിൽ ഉള്ള ആൾക്കാരാണ്. പിന്നെ മൂൺവാക്കിൽ പറയും പോലെ ഓഡിഷൻ ചെയ്താണ് മൂൺവാക്കിൽ വന്നത്. പിന്നെ ഒരുപാട് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാ ആൾക്കാരും സപ്പോർട്ടീവ് ആയിരുന്നു ഭയങ്കര. പിന്നെ നമുക്ക് പഠിക്കാനും ഒരുപാട് ആക്ടിങ് ബേസ് ആയാലും നമുക്ക് ചെയ്യാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ വന്നത് ഇങ്ങോട്ട്. എന്തായാലും ഇനി എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയില്ല. മൂൺവാക്കിൽ എന്തായാലും ഈ പറയും പോലെ സാധാരണ ആൾക്കാരുടെ ഡാൻസ് ഫീൽഡിലുള്ള ആൾക്കാരെ എത്ര സ്ട്രഗിൾ ചെയ്താണ് അവർ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ ജനറേഷനിൽ അവർക്ക് കാണാൻ യൂട്യൂബും അതൊന്നും ഫിംഗർ ടിപ്പിൽ ഇപ്പം എല്ലാം ഉണ്ട്. അത് ഇല്ലാത്ത ടൈമിൽ അവരെങ്ങനെ സ്ട്രഗിൾ ചെയ്തു വന്നെന്നുള്ള കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ ഇമോഷൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം. ഇതിനവിടെ വില്ലന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഇവിടെ ശരിക്കും ഡാൻസേഴ്സിന്റെ ഇടയിൽ എന്താ പരിപാടി? അതില് ഒരു ഹീറോയിനെ തന്നെ കൈ അടിച്ചു കൊടുക്കുന്നു, അവരുടെ ഫൈറ്റും അങ്ങനത്തെ കാര്യങ്ങൾ. അച്ഛന്റെ ലെഗസി പിന്തുടർന്ന ഒരു അത് കിട്ടിയ അവസരം അതായത്. ഞാൻ ഓഡീഷനിൽ അറിയത്തില്ലായിരുന്നു ഇതാ ചെയ്തതെന്ന്. അങ്ങനെ ഓഡീഷനെ വിളിച്ചു, ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലെ നെഗറ്റീവ് ഷെയ്ഡാ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ കേറി. അച്ഛൻ ചെയ്തു വെച്ച വില്ലൻ വേഷങ്ങൾ മനസ്സിലുണ്ടായിരുന്നോ ആ ടൈമില്? കമ്പാരിസൺ വരുമല്ലോ ഡെഫിനറ്റ്ലി. എല്ലാം ടൈപ്പ് സ്ട്രീംസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. അത് അതിന്റെ ഒരു പകുതിക്ക് എത്താൻ പറ്റിയെന്ന് തോന്നിയോ? ഒപ്പിച്ച് ഒപ്പിച്ച് അത്രേ ഉള്ളൂ. ഇനി
എൻ്റെ എല്ലാം അവസരം കിട്ടിയാൽ ചെയ്യും. അല്ല ഇനിയിപ്പം ഇറങ്ങി കഴിയുമ്പോഴേ അച്ഛനായിട്ട് കമ്പയർ ചെയ്യുക ആ ഒരു സാധനം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ടെൻഷൻ അത് വേറെ ഇത് വേറെ. അതെ രണ്ട് എക്സ്ചേഞ്ച് കുഴപ്പമില്ല. രണ്ട് രീതിയിലും വരാം. രണ്ട് രീതിയിലും പറയാം. അതെ ചില ആൾക്കാർ പറയും ഇപ്പോഴും ഒരു ഉപ്പിലിട്ടെന്ന് പറയും, ചില ആൾക്കാർ പറയും തന്തയേക്കാളും തന്തയുടെ അല്ലേ മോൻ എന്ന് ആ, പറയും. പറയും. അത് നല്ല രീതിയിൽ രീതിയിൽ പറയാം. അതൊക്കെ നല്ല രീതിയിൽ രണ്ട് പറയാം. രീതിയിലും പറയാം. അതെ അല്ല നെഗറ്റീവ് എനിക്ക് കൂടുതൽ നെഗറ്റീവ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം എപ്പോഴും കൂടുതൽ കണ്ടിട്ടുള്ളത് അതായതുകൊണ്ട്. പപ്പയുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു മോർ ദാൻ 400 ഫിലിംസോളം നെഗറ്റീവ്സ് തന്നെ ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ ലൈക്ക് ലെസ് ദാൻ 100 ഉള്ളിൽ പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇത് ചെയ്തിട്ടുള്ളൂ, ഫീൽ ഗുഡ്. അപ്പം കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ടുകൊണ്ട് അത് എപ്പോഴും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കാണുമല്ലോ. ഉണ്ടാവും. പുള്ളിക്ക് വിഷമം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഈ ഒരു നെഗറ്റീവ്സ് മാത്രം ചെയ്ത്? ഒരിക്കലും ഇല്ല. ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള വെച്ചാൽ ലൈക്ക് വാട്ട് യു ഗെറ്റ് ചെയ്യുക. കാരണം നമുക്ക് ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ലൈക്ക് നമുക്ക് ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് അതിപ്പോൾ ഏതാണോ ടു ഡു ഇറ്റ്. അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഹാപ്പി ഹാപ്പി എന്നാ എന്ത് കിട്ടിയാലും ഹാപ്പി. ഹാപ്പി. എങ്കിലും ഇവരോട് 2 സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടോ? അത് കുഴപ്പമില്ല. ഇല്ല അത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ശരി. അപ്പൊ ഈ പിള്ളേരുടെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തെ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു അസൂയ സംഭവം ഇല്ല ഉണ്ടോ? ഇല്ല. ഈ തലമുറയിലെ കുട്ടികളെല്ലാം നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇല്ല സജീഷേ? പിന്നെ നന്നായിട്ട് അത് ഡാൻസ് അവര് ചെയ്യുന്നു. ചെയ്യട്ടെ, അവര് ചെയ്യുമ്പോ ഇതൊക്കെ നമ്മ ഇതൊക്കെ ഇതിനപ്പുറം കഴിഞ്ഞാന്നുള്ള ചിന്ത നമുക്ക് വരും. നമുക്ക് നമ്മുടെ തലമുറ നല്ല ഡാൻസേഴ്സ് ആയിട്ട് വരുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. പിന്നെ ഇവർക്കുള്ള ഈ ഫെസിലിറ്റി നമുക്ക് ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ല. ഇവർക്ക് ഞാൻ അതാ ചോദിച്ചത്, അതിൽ ചെറിയൊരു ഇല്ല, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് LED എന്തിനാ വാള് ഇവര് ടെക്നിക്കൽ പേരൻസ് ഇവരോട് സഹകരിക്കുന്നില്ലേ? നമ്മുടെ പേരൻസ് നമ്മളോട് സഹകരിക്കൂ. നല്ല ഷൂ പോലും ഒന്നും ആ ഉണ്ടായില്ല. ഉണ്ടോ ഉണ്ടോ. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ കീറി ഷൂ ഒക്കെ ഇട്ട് സ്റ്റേജിൽ ഷൂ ഊരി കഴിഞ്ഞാൽ സോക്സ് ഒക്കെ ഒട്ടിയിരിക്കും. അതെ അതെ അതെ. പരസ്യമായിട്ട് സോക്സ് ഷൂ ഊരാൻ പറ്റാത്ത കാലഘട്ടമുണ്ട്. ഒരു വീട്ടിൽ പോയിട്ട് ഷൂ ഊരിട്ട് അകത്ത് കയറാൻ പറ്റാത്ത സമയം ഉണ്ടായിട്ടുണ്ടാവും. അന്ന് വീട്ടുകാർ പൈസ തരില്ല ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ. എനിക്ക് തോന്നുന്നു ഓൾഡ് ജനറേഷൻ ആയാലും ന്യൂ അല്ല, ജനറേഷൻ ആയാലും ഉള്ള നൈക്കിന്റെ ഷൂ ഒക്കെ അല്ലല്ല അന്ന് നൈക്കിന്റെ ഷൂ ഒക്കെ 87 കാലത്തിൽ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 3-4 മാസം എടുക്കും. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ബ്രാൻഡ് ഇവിടെ വരണമെങ്കിൽ 1 വർഷം എടുക്കും. ഇന്നങ്ങല്ല അവിടെ ഇറങ്ങി ഉടനെ ഇവിടെ ഇറങ്ങും. അന്ന് അതൊക്കെ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. നൈക്കി ബാക്കിന്റെ ഷൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അത് ആ കാലം ഈ കാലഘട്ടം കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ഭാഗ്യന്മാരാണ്. ഡാൻസിൽ മാത്രമല്ല, എല്ലാ എല്ലാത്തിലും അതെ. മേഖലയിലും എല്ലാത്തിലും പഴയത് പുതുതും അങ്ങനെ തന്നെയാണ്. പഴയ ആൾക്കാർക്ക് കിട്ടാതെ ഇപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിലായാലും നമ്മള് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ കുറെ അതെ. ഉണ്ടാവും. നമുക്ക് മിസ്സാവുന്ന കുറെ കാര്യം. ഇവരെ ജനറേഷൻ കഴിഞ്ഞ് അടുത്തൊരു ജനറേഷൻ വരും. അതെ അന്ന് ഇവർ ഇവിടെ ഇരിക്കും. അതെ. മനസ്സിലായില്ലേ? ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ കാലഘട്ടത്തിൽ ഓരോ ഡാൻസ് ഫിലിംസ് വന്നിട്ടുണ്ട്. പണ്ട് ഡേർട്ടി ഡാൻസിങ്, പിന്നെ ഫാസ്റ്റ് ഫോർവേഡ്, പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കോ ഡാൻസർ, സൂപ്പർ ഡാൻസർ, ഡാൻസ് അങ്ങനെ ഓരോ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയം മൊത്തം ഒരു ഡാൻസ് ട്രെൻഡാണ്. നമ്മുടെ സ്കൂളിലായാലും സമൂഹത്തിലായാലും ചെറിയ ഡാൻസ് ട്രെൻഡുണ്ട്. അതേപോലെ ഒരു ട്രെൻഡ് ഇപ്പം കുറച്ച് കാലമായിട്ട് ഇല്ല. ഒരു ഫിലിം ഇറങ്ങിയിട്ട് ഒരു ട്രെൻഡ് ഇല്ല. ഇപ്പോൾ ABCD ഓക്കെ, അത് കഴിഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ സംഭവമേ ഇല്ല. അപ്പം അതിനൊരു മാറ്റം അല്ലെങ്കിൽ അതിനൊരു ഇതായിട്ട് ഈ മൂൺ വാക്ക് വരണം, ആകണം. അതിനുള്ള എല്ലാ ശ്രമവും നമ്മളെ സൈഡിൽ നിന്നുണ്ടാവും. കാരണം നമ്മുടെയും കൂടെ ഒരു സ്റ്റോറിയാണ്. അതെ അതെ അതെ. സാർ പറഞ്ഞ പോലെ നമ്മുടെയും കൂടെ ഒരു സ്റ്റോറി ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നത്. അത് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയല്ലേ. ഒട്ടും പരിചയമില്ലാത്ത വേഷം ആയാലും എല്ലാ രീതിയിലും വ്യത്യസ്തമായിരുന്നില്ലേ? അത് ബുദ്ധിമുട്ടായിരുന്നോ? അത് ഇപ്പൊ ഈ പറയും പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പറയും പോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് അതൊരു ഇപ്പൊ ഒരു ഒബ്സർവ് ചെയ്യാനും നമുക്ക് കളക്ട് ചെയ്യാനും പറഞ്ഞു തരാനും ഒക്കെ ഇത് നമ്മുടെ ഡയറക്ടർ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഇതില് ഒരു ഈ ഒരു ഫ്ലേവർ ഉള്ള ഒരാളായതുകൊണ്ട് പുള്ളി വളരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ ആയിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ പറയുമ്പോഴോ ഇപ്പൊ ബാബു മാസ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ബാബു മാസ്റ്റർ അറിഞ്ഞൂടെ, സജീഷ് മാസ്റ്റർ അറിഞ്ഞൂടെ, അവരിങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കും ഓക്കെ ഇവരാണ് നമ്മുടെ റെഫറൻസ്. അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അങ്ങനെ അവരെ തന്നെയാണ് നമ്മുടെ റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെയാണ് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ വിനോദ് സാർ ആയാലും സുനിലേട്ടനായാലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുനിലേട്ടൻ്റെ അവർ കറക്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നുള്ള സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുതരും. അതുകൊണ്ട് വലിയൊരു അങ്ങനെ ഒരു തോന്നിയിട്ടൊന്നുമില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും ഹെയർ സ്റ്റൈൽ ആയാലും ആ രീതിയിലും കറക്റ്റ് അതിനെ ഒരു 80s കാലഘട്ടത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
നിങ്ങൾ അതിന് വേണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും? ഹെയർ സ്റ്റൈൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നടക്കുന്നത്. കോസ്റ്റ്യൂമല്ല. കാര്യം കണ്ട ലിവിങ് ലെജൻസ് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലുണ്ടല്ലോ. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അയ്യോ ഇതല്ല എന്ന്, അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയാനുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കറിയാം. അപ്പൊ അവരുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. ഒരു പക്ഷെ ഇതൊരു നമ്മുടെ ഇറക്കും ശേഷമാണ് നടന്നിരുന്നെങ്കിൽ കഷ്ടപ്പെട്ടെന്നെ. കാര്യം അത് കണ്ടുപിടിച്ചെടുത്ത് തിരിച്ച് ഡയറക്ടർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഒന്ന് കുറെ കാലത്തിന് മുമ്പേ വന്ന് കണ്ട് ഞങ്ങളുടെ എല്ലാ കഥകളും ലൈഫിലുണ്ടായിട്ടുള്ള ഡാൻസ് പരമായിട്ടുള്ള കോമഡികൾ എല്ലാം കേട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ചെല്ലാം റിസർച്ച് ചെയ്ത് അതെല്ലാം നോട്ട് ചെയ്ത് എല്ലായിടത്തും പോയി നല്ല രീതിയിൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആ രീതിയിൽ അവരെ മോൾഡ് ചെയ്യാനും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറ്റും. കാരണം അത്രയ്ക്ക് അദ്ദേഹം അത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഓഡിയൻസിനോട് കൂടി ഞാൻ പറയുന്നത്, ഡാൻസ് എന്ന് പറയുന്നത് കാലം മാറി. പണ്ട് ഞങ്ങൾ സ്നേഹിച്ച ഡാൻസ് അല്ല ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നത്. ഇപ്പം ഞങ്ങളെക്കാട്ടിലും കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നത്. ഇപ്പോൾ പുതിയ ജനിച്ചു വരുന്ന കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ ഭയങ്കര ഡാൻസേഴ്സാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് പിന്നെ ഇത്രയും കിട്ടിലായിട്ട് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ 15 വയസ്സിൽ ഞാൻ അസൂയപ്പെടുന്നു കുഞ്ഞു പിള്ളേരാണ്. അവർക്ക് 3-ാം ക്ലാസ്സിലും 3 വയസ്സിലും 4 വയസ്സിലും അടിപൊളിയായിട്ട് കളിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാലം മാറി. അപ്പോൾ ദൈവം നിങ്ങൾ ഡാൻസിനെ കാണരുത്. കാരണം നമ്മൾ അവരാവാനാണ് ശ്രമിച്ചത്. നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് പോലും ഞാൻ ചെയ്യുന്ന ഡാൻസ് അല്ല ഞാൻ സ്റ്റേജിൽ കളിച്ചു. ഇവിടെ ആരും പ്രേമ കളിക്കുന്നതല്ല. പ്രേമ ചിലപ്പോൾ ഇതിൽ ആരും ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഇവരെ ഞങ്ങളാണ് സ്നേഹിച്ചിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളായിരിക്കും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാൻസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജീവിതമാണ് സിനിമ. ആ ജീവിതത്തെ കാണുക. അതാണ് ഇതിൽ സോളാണുള്ളത്. ആ ജീവിതമാണ്, ഇവരുടെ ജീവിതത്തെയാണ് പറയുന്നത്. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ സ്റ്റെപ്സ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പഴയ കാലത്തെ സാധനം കൈയടിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രോത്സാഹനം പോലെ. കണ്ട് ചെയ്താണ്. ഏതാണ്ടൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും. അതൊക്കെ തന്നെ ഇപ്പൊ നമ്മള് എന്റെയൊക്കെ അത് തന്നെ മൂൺ വാക്കൊക്കെ തന്നെയാണ്. അല്ല ഈ വേവ്സ് ഇത് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഒരു ഫ്രണ്ട് മൂവ് ഒക്കെ ഉണ്ട് ചെയ്യില്ല. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ചില്ലെടുക്കാൻ മറന്നുപോയി. ചില്ലിൽ നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടുന്ന ഒരു സാധനമാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അതായത് റോപ്പ് എന്ന് പറയുന്ന സാധനം പല രീതിയിൽ റോപ്പ് ചെയ്യുമായിരുന്നു. ഇവർ രണ്ടും അത് ചെയ്യാഞ്ഞുകൊണ്ടാണ് ഞാൻ റോപ്പിന്റെ ഉസ്താദായിരിക്കുന്നത്. റോപ്പ് ഇതൊരു റോപ്പ് അത് തന്നെ ഇങ്ങനെ കൊടുത്ത് ഇവിടെ പിടിച്ച് വീണ്ടും ഇവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് വീണ്ടും ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇങ്ങോട്ട്. ഇനി ആ റോപ്പ് തന്നെ വേറെ സ്ഥലം പോവാണ്. ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വീണ്ടും കൈ രണ്ടും പിടിച്ചു പോകുന്നു. ഓഹോ അടിപൊളി. അതൊക്കെ മറന്നു പോകുന്നു. പിന്നെ വേവ്, ഇവരുടെ വേവ് വേറെ, എൻ്റെ വേവ് വേറെ. ഇത് സ്ഥിരമായി എല്ലാവരും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മിറർ, പിന്നെ മൂൺ വാക്ക്. ഇവിടെ മൂൺ വാക്ക് ഇച്ചിരി പാടാണ്. ഇതേ ഹീറോ പുന്നാട പേരമാനെ ഒന്നുമില്ല. ചിരഞ്ജീവി ഞാനും കൂടി ഒന്നിച്ച് സ്റ്റേജ് ചെയ്തത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പോപ്പിംഗ് പഠിച്ചപ്പോൾ എനിക്ക് ഈ പോപ്പിങ്ങിൽ ഇവർ കാണിക്കുന്നത് ഇപ്പം പോപ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ട് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ഫ്ലെക്സ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ച മസിൽ ടൈറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞൊരാരും ഇവിടെ ഇല്ല. ഇത് പഠിക്കാൻ ടെക്നിക്കൽ ഇതൊക്കെ പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇപ്പൊ വേവ്സ് എടുക്കുമ്പോൾ ഇപ്പൊ അതിനുശേഷം പാക്മാൻ എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് വന്നു. ആള് ഇത് ചെയ്തിട്ട് ഇതിൽ തന്നെ കളിക്കും ഇങ്ങനെ. ഇപ്പൊ ലോക്കിങ്ങിനും ഹിപ്പ് ഹോപ്പിനും ഒക്കെ ബൗൺസും റോക്കും എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹിപ്പ് ഹോപ്പിൽ വരുമ്പോഴത്തേക്ക് താഴോട്ട് ബൗൺസ് ആണെങ്കിൽ ഇത് ലോക്കിങ്ങിൽ വരുമ്പോൾ അപ്പ് ബൗൺസ് ആയിരിക്കും. ഡാൻസ് അറിയുന്നവര് ഇനി ബ്രേക്കിംഗ് ഉണ്ട്, വേവ്സ് ആയി, ഹിപ്പ് ഹോപ്പ് ആയി. പിന്നെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ മാത്രം ഇപ്പൊ കാണിച്ചിട്ടില്ല, ചെയ്യാം. ഓക്കെ
അടിപൊളി. നമ്മളിതിന് ടോട്ടൽ ഫ്ലോർ വർക്ക് ഫുഡ് വർക്ക്സ് പറക്കും തറയിൽ കിടന്ന് മിൽസ്. അതെ, പവർ മൂവ്സ് ഉണ്ട്. പവർ മൂവ്സ് ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ സാധനം ഇതിന്റെ പേര് വിൻമിൽ എന്നാണ്. കേരളത്തിലെ ആദ്യമായിട്ട് വിൻമിൽ ചെയ്തത് ഞാനാണ്. ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. കാരണം ഇതിപ്പം പ്രേമിന് ഇത് പഠിക്കാനുള്ള സോഴ്സ് ഉണ്ട്. എനിക്ക് സോഴ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു. പക്ഷേ എനിക്കൊരു 6 മാസത്തിൽ കൂടുതൽ എടുത്ത് പഠിക്കാൻ. അതിനിടയ്ക്ക് എൻ്റെ ഇവിടുത്തെ ബോൺ ഒടിഞ്ഞു, പക്ഷേ ഇടിച്ച് വീണിട്ട് അത് 2 മാസം അത് ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം ടെക്നിക്സ് അറിയില്ല, കണ്ട് ഓർമ്മയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇടിച്ച് വീണിട്ട് 2 മാസം കിടപ്പിലായി പോയി. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷേ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, പഠിച്ചു. സ്റ്റേജിൽ 22 വിൻമില്ല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ് ആദ്യത്തെ എൻ്റെ അതാണ്. അപ്പൊ ഇനി കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ വൈൻഡ് ചെയ്യാം. അപ്പം ഈ ചീള് പിള്ളേരുടെ ഞെരിപ്പ് എന്താ പറയാ, അത് കാണാൻ വീട്ടിലേക്ക് ആൾക്കാർ എത്തട്ടെ, ഏറ്റെടുക്കട്ടെ. ഞങ്ങളും ഉണ്ടാവും, അതെ, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. നിങ്ങൾ സ്ക്രീനിൽ, ഞങ്ങൾ മുന്നിൽ. ഓക്കെ, അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു.